എന്നെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ കഴിയില്ല. എന്നെ ഞാനാക്കിയതിൽ ഏറ്റവും വലിയ പങ്ക് വഹിച്ചിട്ടുള്ള ഒരു വലിയ വ്യക്തിയാണ് എന്നെ വിട്ടു പിരിഞ്ഞിരിക്കുന്നത്, മലയാള സിനിമയെ വിട്ടു പിരിഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ ഇന്ത്യയിൽ തന്നെ ഇന്ത്യൻ സിനിമയിൽ നമ്മൾ ചരിത്രം എഴുതുമ്പോൾ ശ്രീനിവാസന് വേണ്ടി ഒരു ചാപ്റ്ററല്ല, ഒരുപാട് ചാപ്റ്റേഴ്സ് എഴുതേണ്ടി വരും. പിന്നെ ജനകീയമായിട്ടുള്ള ഹാസ്യമാണ്, ജീവിതത്തിൻ്റെ ഒരു ഗ്രൗണ്ടഡ് ആയിട്ടുള്ള ഹാസ്യം, സാധാരണക്കാരൻ്റെ ലൈഫ് അനുഭവത്തിൻ്റെ വെളിച്ചത്തിലാണ്. വായനയിലൂടെ തനിക്ക് ലഭിച്ച അനുഭവം, പണി ജീവിതാനുഭവങ്ങൾ, തിക്തമായ അനുഭവങ്ങളുടെ തീച്ചൂള എന്നൊക്കെ പറയാം, അതെല്ലാം തുറന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം ഭേദപ്പെട്ട ഒരു കുടുംബത്തിൽ, സാമ്പത്തികമായിട്ട് വലിയ കുഴപ്പമില്ലാത്തൊരു കുടുംബത്തിൽ ജനിച്ചിട്ട് പിന്നീട് തകർച്ച വരികയാണ്. ആ തകർച്ചയൊക്കെ വരവേൽപ്പ് വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ അതിൽ നിന്നും അപ്പോൾ അഭിമാനത്തിന് കോട്ടം വരുന്ന ഒരു കാര്യവും ചെയ്തിട്ടില്ല. പട്ടിണി കിടന്നിട്ടുണ്ട്, പക്ഷേ ഒരാളോട് കൈനീട്ടി പൈസ ചോദിച്ചിട്ടില്ല. ഇതെല്ലാം തൻ്റെ ഒരു കഴിവാണെന്ന് ഒരിക്കലും സ്ഥാപിക്കാൻ അദ്ദേഹം ശ്രമിച്ചിട്ടില്ല. ഇതൊക്കെ ഭവിക്കുന്നു എന്നുള്ള രീതിയിലായിരുന്നു. അപ്പോൾ ആ ഡെഡിക്കേറ്റ് ആയിട്ടുള്ള ഒരു വലിയ കലാകാരൻ. വാക്കുകൾ ഇത്രയെന്ന് പറഞ്ഞാൽ എനിക്ക് ദിവസങ്ങളോളം പറയാൻ കഴിയും ശ്രീനിവാസനെക്കുറിച്ച്. അത്രയധികം അദ്ദേഹവും കുട്ടികളുമായിട്ടുള്ള അടുപ്പം. പലപ്പോഴും മൂത്ത മകൻ വിനീത് ആദ്യമേ ഡയറക്ടറാവാനായിരുന്നു വിനീതിൻ്റെ ആഗ്രഹം. അപ്പോൾ ശ്രീനിവാസൻ എന്നോട് പറഞ്ഞു, അവൻ വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ, അവന് ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നൊക്കെ പറഞ്ഞ് നിൽക്കുകയാണ്, നീ അവനോടൊന്ന് പറയണം, ബേസിക് ഒരു എഞ്ചിനീയറിംഗ് ഡിഗ്രി എടുത്തതിന് ശേഷം എവിടെ വേണമെങ്കിലും പോകാൻ പറയണം എന്ന് പറഞ്ഞ് എന്നെയാണ് ഏൽപ്പിച്ചത്. ഞാനാണ് വിനീതിനോട് പറഞ്ഞത്, വിനീത് എങ്ങനെയെങ്കിലും ഒരു എഞ്ചിനീയറിംഗ് ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യൂ, അത് അദ്ദേഹത്തിൻ്റെ ആഗ്രഹമാണ്. അതിനുശേഷം സിനിമ എന്ന് പറഞ്ഞ ഒരു റിസ്കി ഫീൽഡാണ് എന്ന് വിനീതിനെ ഞാൻ കൂടെ ഉപദേശിച്ചാണ് വിനീത് എഞ്ചിനീയറിങ്ങിന് പോയത്. അതല്ല ധ്യാനിൻ്റെ കാര്യവും സഹോദരിയുടെ വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിലും ഈ കാര്യങ്ങളിലൊക്കെ തന്നെ എന്നോട് കാലാകാലങ്ങളിൽ എല്ലാ കാര്യങ്ങളിലും എന്നെ അറിയിക്കുമായിരുന്നു. രമയുടെ അസുഖം ബാധിച്ചിരുന്ന അവസ്ഥയിൽ അദ്ദേഹം ഒരു ആന്ധ്രയിലുള്ള ഒരു ആയുർവേദ ഡോക്ടറിൻ്റെ കാര്യം എനിക്ക് സജസ്റ്റ് ചെയ്തിരുന്നു. പക്ഷേ എനിക്ക് എന്നെ അറിയാമായിരുന്നു രമയുടെ ഒരു ന്യൂറോ കേസാണ്, അപ്പോൾ അതിനകത്ത് ആയുർവേദത്തിൻ്റെ അത്ര സ്കോപ്പ് ഞാൻ കണ്ടില്ല. അപ്പോൾ ശ്രീനിയെ ഞാൻ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയാൽ ഞാൻ വീട്ടുകാര്യങ്ങൾ ഞങ്ങളെല്ലാം ഒരുമിച്ച്, ഞാൻ നെടുമുടി വേണു, ഇന്നസെൻറ്റ്, പിന്നെ ശ്രീനിവാസൻ, ഞങ്ങൾ ഫാമിലിയായിട്ട് ഒരു യൂറോപ്യൻ ട്രിപ്പ് പോയത് ഞാൻ ഒരിക്കലും മറക്കുന്നില്ല. ഞങ്ങൾ ഫാമിലിയായിട്ട് പോയി ഞങ്ങൾ യൂറോപ്പിൽ ഒരു വൈകുന്നേരങ്ങളിലെ ഞങ്ങളുടെ ഇംപ്രവൈസ് ആയിട്ടുള്ള സ്കിറ്റുകളിലൊക്കെ ശ്രീനിവാസൻ സ്റ്റേജിൽ കയറി സംസാരിച്ചാൽ അതൊരു സ്കിറ്റിൻ്റെ രൂപത്തിലാവുമായിരുന്നു. അപ്പം നമുക്കൊരു സ്ട്രെയിനും ഇല്ലായിരുന്നു. ഫാമിലിയായിട്ട് പോയിട്ട് ഒരു ഫാമിലി ട്രിപ്പായിട്ട് എൻജോയ് ചെയ്തു. അങ്ങനെയുള്ള ഒരുപാട് നല്ല നിമിഷങ്ങൾ എന്നെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ കഴിയില്ല. എന്നെ ഞാനാക്കിയതിൽ ഏറ്റവും വലിയ പങ്ക് വഹിച്ചിട്ടുള്ള ഒരു വലിയ വ്യക്തിയാണ് എന്നെ വിട്ടു പിരിഞ്ഞിരിക്കുന്നത്, മലയാള സിനിമയെ വിട്ടു പിരിഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ ഇന്ത്യയിൽ തന്നെ ഇന്ത്യൻ സിനിമയിൽ നമ്മൾ ചരിത്രം എഴുതുമ്പോൾ ശ്രീനിവാസന് വേണ്ടി ഒരു ചാപ്റ്ററല്ല, ഒരുപാട് ചാപ്റ്റേഴ്സ് എഴുതേണ്ടി വരും. ബോൾഡായിട്ടുള്ള വിഷയങ്ങൾ അത് മനോഹരമായിട്ട് അവതരിപ്പിച്ച് അതിനുവേണ്ടിയുള്ള തയ്യാറെടുപ്പ് എന്താണെന്ന് എനിക്കറിയാം, അദ്ദേഹം എടുത്തിട്ടുള്ള പെയിൻസ് എന്താണെന്നറിയാം. അങ്ങനെ ഒരു വലിയ പ്രതിഭ മലയാള സിനിമയിൽ ഇനിയിപ്പോൾ ഒരു 100, 200, 300 വർഷങ്ങൾ കഴിഞ്ഞിട്ടുള്ള ചരിത്രം എടുത്ത് നോക്കുമ്പോഴും ഇങ്ങനെ ഒരു വലിയ മനുഷ്യനിവിടെ ജീവിച്ചിരുന്നു. അന്നത്തെ ഹാസ്യവുമായിട്ട് ഒട്ടും താഴ്ന്നു പോകാത്ത, അല്ലെങ്കിൽ ആ ലെവലിൽ തന്നെ ഉയർന്നു നിൽക്കുന്ന ഹാസ്യമായിരുന്നു അന്ന് അദ്ദേഹം കൈകാര്യം ചെയ്തിരുന്നത് എന്ന് പറയുന്ന ലെവലിൽ അന്നും ഉണ്ടാകും ശ്രീനിവാസൻ, എന്നും ഉണ്ടാകും. നന്ദി, നമസ്കാരം.